നമ്മളൊക്കെ പണ്ട് കണ്ട ഒരു കാർട്ടൂണാണ് ഡ്രാഗൺ ബൂസ്റ്റർ. പലർക്കും ഇന്നും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണാണിത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രാഗൺ ബൂസ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണാണ് ഡ്രാഗൺ ബൂസ്റ്റർ. പിന്നെ കൊച്ചുടിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓൾഡ് കാർട്ടൂൺസിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. അതിലും ഡ്രാഗൺ ബൂസ്റ്ററിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടി വിവരിച്ചാണ് ഡ്രാഗൺ ബൂസ്റ്ററിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും. 2004 ഒക്ടോബർ 23 മുതൽ 2006 ഡിസംബർ 16 വരെ സംപ്രേഷണം ചെയ്ത കനേഡിയൻ ആനിമേറ്റഡ് സീരീസാണ് ഡ്രാഗൺ ബൂസ്റ്റർ. ടോട്ടൽ 3 സീസണുകളിലായിട്ട് 39ഓളം എപ്പിസോഡുകൾ ഇതുവരെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോറി ലൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബെറ്റർ സ്റ്റോറി ലൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ കഥ നടക്കുന്നത് ട്രക്കോണിസ് എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലാണ്. ഈ ഗ്രഹത്തിന്റെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡ്രാഗൺസും മനുഷ്യനും ഒന്നിച്ചാണ് ജീവിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗ്രഹത്തിൽ ഗോൾഡൻ ഡ്രാഗൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗ്രഹത്തിലുള്ള ഹ്യൂമൻസിന്റെയും ഡ്രാഗൺസിന്റെയും ബോൺ മാരോയിൽ ട്രക്കോണിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് ഹ്യൂമൻസും ഡ്രാഗൺസും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ഗോൾഡൻ ഡ്രാഗൺസ് ഇൻവോൾവ്ഡ് ആയിട്ട് 13 ഡിഫറെന്റ് കളറുള്ള ഡ്രാഗൺസ് ആയി മാറുന്നു. പിന്നീട് ഓരോ ഡ്രാഗൺസിനെയും കൺട്രോൾ ചെയ്തിരുന്ന ഓരോ മനുഷ്യർ കൂട്ടം ചേർന്ന് ഓരോ എംപയേഴ്സ് ആയി മാറുകയും ചെയ്യുന്നു. ഇതേ സമയം ഗോൾഡൻ ട്രക്കോണിയം ഡ്രാഗൺസിന് വംശനാശം സംഭവിച്ച് ഒരു ഗോൾഡൻ ട്രക്കോണിയം മാത്രമായി മാറുന്നു. പിന്നീട് ഈ 13 എംപയേഴ്സിലെ ഓരോ എംപയേഴ്സും തമ്മിൽ തങ്ങളുടെ സുപ്പീരിയോറിറ്റി നേടിയെടുക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിലൂടെ കുറെ ഡ്രാഗൺസ് കൊല്ലപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ മനുഷ്യർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഡ്രാഗൺസിനെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് ഈ ഡ്രാഗൺസ് എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു കൂട്ടമാകുന്നു. എന്നിട്ട് ഈ ഡ്രാഗൺസിനെ വെച്ച് യുദ്ധം ചെയ്യുന്ന ഓരോ എംപയേഴ്സിനെതിരെയും യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാ ഡ്രാഗൺസും ഒന്നായി യുദ്ധം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മനുഷ്യരും ഒന്നായി ചേർന്നിട്ട് ഡ്രാഗൺസിനെതിരെ തിരിയുന്നു. ഇതൊരു വലിയ യുദ്ധമായി മാറി. ഇതാണ് ഡ്രാഗൺ ഹ്യൂമൻ വാർ. ഈ യുദ്ധം മൂലം ലോകം തന്നെ നശിക്കുമെന്ന സ്ഥിതിയിലെത്തുകയും അതിനെ തുടർന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ഗോൾഡൻ ഡ്രാഗൺ ഒരു നല്ല മനുഷ്യനുമായി ബോണ്ട് ആവുകയും ഫസ്റ്റ് ഡ്രാഗൺ ബൂസ്റ്റർ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഡ്രാഗൺ ബൂസ്റ്റർ ഓരോ എംപയേഴ്സിലേക്കും പോയി അവിടെ ഓരോ ബൂസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ബൂസ്റ്റേഴ്സിന്റെ എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഡ്രാഗൺ ഹ്യൂമൻ വാർ അവസാനിപ്പിക്കുന്നത്. ഡ്രാഗൺ ഹ്യൂമൻ വാറിന് ശേഷം 2000 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് ഈ സീരീസ് കാണിക്കുന്നത്. 2000 വർഷം മുമ്പുള്ള ഡ്രാഗൺ ഹ്യൂമൻ വാറിന് ശേഷം വീണ്ടും ഒരു ഡ്രാഗൺ ഹ്യൂമൻ വാർ ഉണ്ടാകുമെന്ന പ്രവചനത്തെ തുടർന്ന് ഒരു ഡ്രാഗൺ ബൂസ്റ്റർ അക്കാദമി നിലവിൽ വരികയും അവിടെയുള്ള സ്റ്റുഡൻസിന് ഡ്രാഗൺ ഹ്യൂമൻ വാർ തടയാനുള്ള ട്രെയിനിങ്സ് നൽകുകയും ചെയ്യുന്നു. ഈ ഡ്രാഗൺ ബൂസ്റ്ററിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരു ഗോൾഡൻ ഡ്രാഗൺ അത്യാവശ്യമാണ്. അതിനാൽ ഡ്രാഗൺ ടെമ്പിളിലെ പ്രീസ്റ്റുകൾ ഗോൾഡൻ ഡ്രാഗനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് ഡ്രാഗൺ ബൂസ്റ്റർ അക്കാദമിയിലേക്ക് സെലക്ട് ചെയ്തിരുന്ന കോർണർ പെന്നിനെയും വേർഡ് പെന്നിനെയും അവിടേക്ക് കൊണ്ടുവരുന്നത്. വേർഡ് പെൻ നടത്തുന്ന ഇല്ലീഗൽ ഗിയർ ബിസിനസിനെ തുടർന്ന് അവനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും കോർണർ പെന്നിന് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ലൊരു ബ്രീഡറാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കോർണർ ഈ ഗോൾഡൻ ഡ്രാഗനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും അവന് ബോ എന്ന് പേര് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വേർഡ് പെന്ന് തന്റെ ഇല്ലീഗൽ ബിസിനസ് ഒക്കെ തുടർന്നിട്ട് ഒരു പണക്കാരനായി മാറുകയും ഡ്രാഗൺ റേസിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബോ എന്ന ഗോൾഡൻ ഡ്രാഗൺ ജനിക്കുന്ന ദിവസം തന്നെയാണ് കോർണറിന്റെ മകനായ ആർത്തർ പെന്നും ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ ആർത്തർ പെന്നാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ ഡ്രാഗൺ ബൂസ്റ്റർ. പിന്നെ ആർത്തറിന് ഒരു അനിയനുണ്ട്, ലാൻസ് പെൻ. പിന്നെ ബേർഡ് പിന്നിന്റെ മകനായ മോഡറേറ്റ് പിന്നിനും ഏകദേശം ആർത്തറിന്റെ അതേ ഏജ് തന്നെയാണ് വരുന്നത്. ഇവനെ ആർത്തറിന്റെ ഒരു മെയിൻ എതിരാളിയായിട്ടാണ് സീരീസിൽ കാണിക്കുന്നതെങ്കിലും ഒരു വില്ലൻ ഒന്നും അല്ല. സീസൺ 2 മോഡറേറ്റ് പെൻ ഇതിൽ ഷാഡോ ബൂസ്റ്റർ ആയിട്ട് മാറുന്നുണ്ട്. കൂടാതെ പല സാഹചര്യങ്ങളിലും ഡ്രാഗൺ ബൂസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മോഡറേറ്റ് പെൻ ഒരു ആന്റി ഹീറോ ക്യാരക്ടറാണ്. അതുകൂടാതെ സീസൺ 3 അവസാനത്തേക്ക് മോഡറേറ്റ് പെന്നും ആർത്തറുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇനി ആർത്തറിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ആർത്തറിനെ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഇവർ. അതുകൂടാതെ നെക്സ്റ്റ് ബൂസ്റ്റേഴ്സ് ആയിട്ട് വരാൻ പോകുന്നവരാണ് ഇവർ. ഒന്നാമത്തേത് ആർത്തറിന്റെ ലവറായ കിറ്റ് എന്ന ക്യാരക്ടറാണ്. നെക്സ്റ്റ് ഫയർ ബൂസ്റ്റർ ആവാൻ പോകുന്ന ആളാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആർത്തറിന്റെ അനിയനാണ്, ലാൻസ്. അടുത്ത എനർജി ബൂസ്റ്റർ ആണ്. അതുപോലെ ആർത്തറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പറമോന്റെ കയ്യിൽ പവർ ബൂസ്റ്ററിന്റെ ഗോഡ്നെറ്റും കിട്ടുന്നുണ്ടെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചൊന്നും കാണിക്കുന്നില്ല. ഈ സീരീസിൽ ആദ്യത്തെ 2 സീസണിൽ മെയിൻ വില്ലനായിട്ട് വരുന്നത് വേർഡ് സ്പിൻ ആണ്. പക്ഷേ സീസൺ 3 വരുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ആന്റി ഹീറോ ടൈപ്പിലേക്ക് മാറ്റുന്നുണ്ട്. സീസൺ 3 അവസാനം മെയിൻ വില്ലനെ തോൽപ്പിക്കാൻ വേണ്ടി വേർഡ് പിന്നും കോർണർ പെന്നും അവരുടെ മക്കളായ ഡ്രാഗൺ ബൂസ്റ്ററിനെയും ഷാഡോ ബൂസ്റ്ററിനെയും സഹായിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ തന്നെയാണ് ഡ്രാഗൺ ബൂസ്റ്റർ. ഈ ഒരു കാർട്ടൂണിനെ ക്രിയേറ്റ് ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ടോയ് സെല്ലിംഗ് ആണ്. എന്നാൽ സീസൺ 3 വരെ ഇറക്കിയെങ്കിലും അവർ വിചാരിച്ചത്ര ഒരു പ്രോഫിറ്റ് ഈ ടോയ് സെല്ലിംഗിലൂടെ അവർക്ക് ലഭിച്ചില്ല. ഡ്രാഗൺ ബൂസ്റ്ററിന് ടോട്ടൽ 5 സീസൺസ് ആയിരുന്നു ക്രിയേറ്റേഴ്സ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ടോയ് സെല്ലിംഗിൽ നിന്നും അധികം പ്രോഫിറ്റ് ലഭിക്കാത്തത് കൊണ്ട് സീസൺ 3 വെച്ച് നിർത്തുകയും സീസൺ 4 ഉം 5 ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യും. സീസൺ 4 ഉം 5 ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റിയാണ്. ബട്ട് നിർഭാഗ്യവശാൽ അത് അവിടെ വെച്ച് നിർത്തി. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു 3 സീസൺ കൊണ്ട് തന്നെ ഡ്രാഗൺ ബൂസ്റ്ററിന് ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.